പോറ്റിയെ കൊണ്ട് കോന്നിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇപ്പോൾ കിളിമാനൂർ പിന്നിട്ടിട്ടുണ്ട്. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, നിലവിൽ പിന്നിട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഒരിടത്തും നിർത്തുന്നില്ല, ഒരിടത്തും പ്രതിഷേധം നിലവിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റാന്നി കോടതിയിലേക്ക് നേരിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ സമയം 9:28. ഈ പോക്കുപോയാൽ ഒരു 11:30 റാന്നിയിൽ എത്തിച്ചേരാൻ കഴിയും അല്ലേ? അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ എത്തിച്ചേരാൻ കഴിയും. ഏതാണ്ട് 1 മണിക്കൂർ 38 മിനിറ്റാണ് നമുക്ക് ട്രാവൽ ടൈം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിവേഗത്തിൽ തന്നെയാണ്, പോലീസിന്റെ സുരക്ഷയിലാണ്. 4 പോലീസ് വാഹനങ്ങളുണ്ട്. അതിൻ്റെ മുന്നിൽ SP ശശിധരൻ നേരത്തെ തന്നെ ഏതാണ്ട് 15 മിനിറ്റ് നേരത്തെ തന്നെ കോടതിയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ പിറകിലായിട്ടാണ് ഈ പോലീസിന്റെ അതീവ സുരക്ഷയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലേക്ക് പോകുന്നത്. നിലമേൽ പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഒരുപക്ഷേ വാളകത്ത് നിന്നും മറ്റൊരു വഴിയിലൂടെ റാന്നിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഏതാണ്ട് ചടയമംഗലം, കൃത്യമായി ചടയമംഗലം പിന്നിടുകയാണ്. രാവിലെ ആയതുകൊണ്ട് റോഡിൽ അത്ര തിരക്കില്ല. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധി എത്തുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും എസ്കോർട്ട് വാഹനം ചേരുന്നുണ്ട്. ആ റൂട്ട് കൃത്യമായി നൽകാൻ വേണ്ടിയാണ് പൈലറ്റ് ആയി പോകുന്നത്. ആ വീട്ടിലേക്ക് കയറാതെ വെഞ്ഞാറമൂട് സഹോദരിയുടെ വീട്ടിൽ നിർത്താതെ നേരെ റാന്നിയിലേക്കാണ്. വീട്ടിൽ സന്ദർശനത്തിന് പോവുകയല്ല, എന്നാൽ പോലും തെളിവുകൾ ശേഖരിക്കാനൊന്നും ഇപ്പോൾ പോകുന്നില്ല. നേരെ കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. അതിനുശേഷം കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമായിരിക്കും ഈ തെളിവ് ശേഖരണം ഉണ്ടാവുക. നിലവിൽ 3-4 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്ര അല്ലേ? അരുൺകുമാർ, 4 പോലീസ് വാഹനങ്ങളാണ് മുന്നിലുള്ളത്. അതാത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള ഒരു വാഹനം ചേരും. അങ്ങനെ ചടയമംഗലം ടൗണിലൂടെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം റാന്നിയിലേക്ക് പോവുകയാണ്. അതിവേഗത്തിൽ തന്നെയാണ് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അത് മറികടക്കുക എന്നത് തന്നെയാണ് ഈ അതിവേഗത്തിൽ പോകുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. എല്ലാ ടൗണിലും പോലീസ് സംഘം പ്രത്യേക നിരീക്ഷണമുണ്ട്. ഈ പോലീസ് വാഹനം എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് സംഘം എത്തി അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റാന്നി കോടതിയിൽ എത്തുക, അവിടെ കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതിനുശേഷമാകും മറ്റ് നടപടികൾ. ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുമോ അഥവാ അതല്ലാതെ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നതാണ് വ്യക്തമാകേണ്ടത്. ഏതായാലും SP ശശിധരൻ വളരെ നേരത്തെ തന്നെ കോടതിയിലേക്ക് എത്തിച്ചേരും. ഇതിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും നടക്കുക. കാരണം ഒട്ടേറെ കാര്യങ്ങളുണ്ട്. 2 കേസുകളാണുള്ളത്. ആ 2 കേസുകളിൽ കൂടുതൽ തെളിവെടുപ്പ് ശബരിമലയിലേക്ക് അടക്കം തെളിവെടുപ്പിന് പോകേണ്ടതുണ്ട്. ഒപ്പം ചെന്നൈയിലേക്കും അതിനൊപ്പം ഹൈദരാബാദ് അടക്കമുള്ള ഇടങ്ങളിലേക്കും തെളിവെടുപ്പിന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വാങ്ങേണ്ടി വരും. താങ്ക് യു. റോഷി പാൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുഗമിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് പേരെ അനുഗമിച്ച് 18-ാം പടി ചവിട്ടിച്ച് മുകളിലെത്തിച്ച് പ്രത്യേക പൂജകളും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമൊക്കെ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്? പവനായി, ശവമായി, ഇതാ ഇപ്പോൾ പോകുന്നു.